എന്തുവാ? ഓ, എന്താ പരിപാടി? ഒന്നുമില്ല. എന്നാ ഇതൊന്ന് വായിച്ചു നോക്കിയേ എന്റെ മോൻ. അതെനിക്ക് എഴുത്തണ്ണ വായിക്കേ. മയൂര ജ്യോതിഷ ഡോക്ടർ ബാബു നമ്പൂരി. അമ്മയ്ക്കവിടെ പണിയൊന്നുമില്ലയോ? എന്നതാടാ ഈ ജ്യോതിഷക്കാരന്റെ അടുത്ത് ഇപ്പൊ എന്തോ പരിപാടി? അതൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ, അതൊക്കെയല്ലേ ആവശ്യം. നീ വായിച്ചേ. എടാ അതല്ല, അതിന്റെ അടുത്ത പേജ് വായിക്കേ. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നീ അറിയാനുള്ള കാര്യം. 1998 നവംബർ 21. എന്റെ ബർത്ത്ഡേ. കാർത്തിക നക്ഷത്രം ഞായറാഴ്ച. അതെ. ലഗ്നാധിപതിയായ ശനി ധർമ്മദൈവസ്ഥാനത്ത് 4-ാം ദിനത്തിൽ ഗുരുചന്ദ്ര ഗുളികനോടത്ത് നിൽക്കുന്നു. അതാരാ? പ്രബലമായ ഭഗവതി അറുകൊല മുതലായ മൂർത്തികളെ സൂചിപ്പിക്കുന്നു. അതെയോ? 7-ാം ഭാഗത്തെ ശനി തടസ്സം ഉണ്ടായിരിക്കുന്നാൽ എത്രയും വേഗം സന്താന ലബ്ധി സാധ്യമാകുക. അതാണ് കാര്യം. അഷ്ടാധിപൻ 11-ൽ മറയുന്നതിന് മുന്നേ തന്നെ ആണേൽ നല്ലത്. അതോടുകൂടി കർമ്മസ്ഥാനത്തെ ബുധൻ മറനീക്കി പുറത്തു വരുന്നതാണ്. ഒരു ഗൃഹമാറ്റം ഉത്തമം. വീട് താമസവും മാറാൻ പോവാന്നോ? വേണം മോനെ. അതിന് ഇപ്പൊ ഈ വീടിന് കുഴപ്പം? എടാ അത് വീടിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. കല്യാണം കഴിഞ്ഞില്ലേ? ഒരു കുടുംബമൊക്കെ വേണ്ടതിന്. നമ്മളൊരു കുടുംബമായിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്. ആ കുടുംബം അല്ലടാ, നിനക്കൊരു കുടുംബം വേണ്ടേ? എനിക്കുള്ള കുടുംബമല്ലേ അവിടെ കല്യാണം കഴിച്ചില്ല. അതല്ല, നമുക്ക് എല്ലാവർക്കും അവനവനും ഒരു കുടുംബം വേണം. എടാ ഒരു അതിനകത്ത് എഴുതിക്കുന്നണ്ട സന്താന ലബ്ധി വേണോന്ന്. അമ്മയ്ക്കോ? തമാശകളാ. പിന്നെ എടാ നിന്റെ കാര്യമല്ലേടാ പറയുന്നത്. എടാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ? ഒരു കുഞ്ഞാവേ വേണ്ടേ? ഞങ്ങളെ ഇവിടെ കിടന്ന് വെള്ളം തൊഴിൽ ഞാൻ ഒരു കൊച്ചിനെ കൂടെ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നീ അതൊന്നും ഓർത്തില്ലല്ലോ അതിന് മുന്നേ. എന്തായാലും ഇപ്പൊ ഇതുവരെ എത്തി. ഇനി നമുക്കൊരു കുഞ്ഞു വേണോടാ. എനിക്ക് കളിപ്പിക്കാനും കുളിപ്പിക്കാനും ഇവിടെ ഓടിച്ചാടി നടക്കാൻ ഒരു പട്ടിക്കുട്ടി മേടിച്ചതായിരിക്കും നല്ലത്. ഞാൻ വല്ല പറയും കേട്ടാ. ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമല്ല. കാര്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. നിനക്കൊക്കെ കുറെ പരിഷ്കാരങ്ങൾ പിന്നെ മതി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് മതി. അതൊന്നും ഇവിടെ നടക്കും. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലും. ഞാൻ ചിന്തിച്ചു ഓരോരോ കേസ് കേട്ടോ. ഇപ്പൊ അത് മാത്രമല്ല മോനെ, നമുക്കേ വീടിനൊരു മാറ്റം വേണം. വീട് കുറച്ചു നാളായി നമുക്കൊരു താമസ സ്ഥലം വേറെ കണ്ടുപിടിക്കേണ്ടിയിരിക്കും അല്ലേ? ശരി, മക്കളിതൊന്ന് സൂക്ഷിച്ചു വെക്ക്. വിലയുള്ളതാണ്. ആ ജോത്സ്യം പറഞ്ഞ ഒന്നും പഴയ പോയിട്ടില്ല. എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളത് സന്താനലബ്ധി 3 എണ്ണം. തടി കൂടി ഇതെന്തായിരുന്ന? എന്താ ലഗ്നാപതിയായ ശനി ധർമ്മദൈവസ്ഥാനത്ത് 4-ാം ദിനത്തിൽ ശുക്രദശ ഗുളികനോടത്ത് നിൽക്കുന്നത് പ്രബലമായ ഭഗവതി അറുകൊല മുതലായ മൂർത്തികളെ സൂചിപ്പിക്കുന്നു. 7-ാം ഭാഗത്തിലെ ശനി തടസ്സം ഉണ്ടായതിനാൽ എത്രയും പെട്ടെന്ന് സന്താന ലബ്ധി വേണം. അതിനാൽ നമ്മളൊരു വീട് മാറ്റി വേറെ പുറത്ത് പോയിട്ട് താമസിക്കണം. ഈ വീട് വിട്ട് പുറത്ത് പോകണം നല്ല സമയത്തിന് വേണ്ടിയിട്ട്. എന്താടാ കണ്ടോ? നിന്റെ അമ്മയ്ക്കായിരുന്നു ഭ്രാന്തപ്പ്, നിനക്കും തുടങ്ങിയോ? അല്ല, അമൗണ്ട് തന്നേ ഇപ്പൊ എനിക്ക്. വായിച്ചിട്ട് എന്താന്ന് മനസ്സിലായ? ഇല്ല. സന്താനം വേണമെന്ന്. ആർക്ക് സന്താനം? നമുക്ക്. അയ്യ, സന്താനത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുഖം. എന്താ 3 പേരെ വേണമെന്നാണ് അമ്മയുടെ ഓർഡർ. ഈ മുറ്റത്ത് ഓടി കളിക്കണം. മതിയോ 3 പേര്? അതാ ഞാൻ ചോദിച്ചത് അമ്മയോട്. നമ്മള് ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടില്ല. നീ പ്രോപ്പർ ആയിട്ട് ഒരു ജോലിക്ക് ജോയിൻ ചെയ്തിട്ടില്ല. അയ്യാ, ഞാൻ വേണമെന്നല്ല പറഞ്ഞേ. അമ്മ എന്നോട് ഇപ്പൊ കൊണ്ടു തന്നതാ പേപ്പർ. അമ്മ ജ്യോതിഷം നോക്കാൻ പോയിട്ട്. പിന്നെ അമ്മയ്ക്ക് വട്ടാണ്. എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ ആയിട്ടുള്ള കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളും. അവിടെ ചുമ്മാ ഒന്ന് പറഞ്ഞല്ലേ. നമുക്ക് ചുമ്മാ വെറുതെ ഇരിക്കുമല്ലേ നമ്മളിവിടെ. നമുക്കൊന്ന് വായിച്ചു നോക്കാൻ വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു. കൊറേ ഉണ്ട്. സമയമാവട്ടെ, അപ്പ ആലോചിക്കാം കുഞ്ഞിക്കാ. അതെ, ഇതിപ്പോ സന്ധ്യ പോലും ആയില്ല. അതെ, ഇപ്പൊ പറഞ്ഞൊക്കെ ശരി. നിനക്കൊരു താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ ഓക്കെ. എനിക്ക് താല്പര്യമൊന്നുമില്ല. ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബാ നിക്കാലി. കൺമണി ആണായിരിക്കണം, ഇരിക്കണം, ഇതേപോലെ ഇരിക്കണ്ടേ. ചിന്തിക്കാൻ മിസ്റ്റർ ചേട്ടൻ എന്താണ് ചിരിന്ന്? ചുമ്മാ എന്തൊക്കെയാ കേക്കണേ? നീ എന്താ കേട്ടെ? ചേട്ടന്റെ ജാതകമൊക്കെ നോക്കിച്ചെന്നോ? ആരെന്തൊക്കെയോ പറഞ്ഞെന്നോ ഒക്കെ കേട്ടായിരുന്നു?
അമ്മയ്ക്ക് പിന്നെ എന്താ പണി? പോയി ജാതകം നോക്കുക, കബഡി നിരത്തുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യം കൊണ്ട് വരിക. ഞാൻ അമ്മായി ആവാനുള്ള യോഗമൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. നോക്കാണ്ട് കാര്യം പറ. എനിക്കൊരു മാമനും ആവാം. ഞാൻ കല്യാണം അയച്ചിട്ടില്ലല്ലോ, സമയമുണ്ട്. ഞാൻ പഠിച്ചോണ്ടിരിക്കില്ല. ഞാൻ ചേട്ടനെപ്പോലെ വിളിച്ചോടൊന്നും കൊണ്ടുവരത്തില്ല. എനിക്ക് സമയമുണ്ട്. കാണാൻ നമുക്ക് ഇവിടെ അങ്ങനൊക്കെ സംഭവിച്ചാ നല്ലത്. അമ്മയ്ക്ക് ഒരു വട്ടമല്ല 3 വട്ടമാവണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അമ്മൂമ്മയാവണം 3 കുഞ്ഞുങ്ങളുടെ. അല്ല പറ, ചേച്ചിയെടുത്ത് പറയണോ ഞാൻ? നീ ഒന്ന് പറ ചുമ്മാ. എന്നിട്ട് എന്ത് പറഞ്ഞു നോക്കാം. പിന്നെ ഞാൻ പോയി പറഞ്ഞിട്ട് എന്താ കാര്യം? അടുപ്പിക്കാറില്ലല്ലോ. ചുമ്മാ എന്ന് പറഞ്ഞാൽ മതി. ചുമ്മാ ഇതുപോലെ അമ്മയൊക്കെ പറയുന്നത് നിനക്കൊരു അമ്മായി ആവണമെന്നൊക്കെ. അല്ല ചേട്ടാ, ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചേച്ചിയെടുത്ത്. അയ്യോ, ഒരാഗ്രഹം ഇല്ലേ? അതും പറഞ്ഞോണ്ട് അവിടെ തൊട്ട് എന്നാ മുട്ടുകാലല്ലേ ഓടിക്കും. ഇല്ല, സംസാരിച്ചു നോക്കാം. എന്തായാലും സമയമില്ല, കല്യാണമായിട്ട് കുറേയില്ലേ. അപ്പൊ ഒരു കൊച്ചൊക്കെ അല്ല, ഒരു കൊച്ചൊക്കെ ആവാം. സംസാരിക്കട്ടെ പോയിട്ടെ? ഞാൻ സംസാരിക്കട്ടെ? വേണ്ട ചുമ്മാ ചെറുതായിട്ട് പറഞ്ഞാൽ ചെലവാക്കണ്ട. ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന്റെ അല്ല, ചുമ്മാ പറ. ഇതൊക്കെ ഒരു തമാശയല്ലേ ജീവിതത്തില്? തമാശയുണ്ട്. ഞാൻ പറഞ്ഞത് പറയണ്ട. അമ്മയെ നീയൊക്കെ ഇതുപോലെ പറഞ്ഞു. പോട്ടെ, ഞാനതാ സംസാരിക്കാം. ബൈ. എന്നിട്ട് അവളറിയല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത്. ഇല്ല പറയത്തില്ല. മോർണിംഗ് തന്നെ മോളെ, ഞാൻ അമ്മ അല്ലമ്മ ഇല്ലടി, ഞാൻ വിരിച്ചോളാം. മോളെ അവൻ വല്ലതും പറഞ്ഞായിരുന്നോ? എന്താമ്മ? അവൻ പറഞ്ഞു കാണും, എനിക്കറിയാം. അല്ല എന്ത്? അതെ, അമ്മ ജോത്സ്യനെ കാണാൻ പോയ കാര്യം നീ അറിഞ്ഞോ? അതാണ്. ജോത്സ്യൻ പറഞ്ഞു ഇപ്പൊ സന്താന എത്തിക്കുള്ള സമയമാണെന്ന്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോളെ ഇനി വൈകിക്കണ്ട കേട്ടോ. നല്ല കുട്ടികളല്ലേ. എൻ്റെ അമ്മ, ഞാനും നിഖിലും അതിനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല. ഒട്ടും സെറ്റിൽ ആയിട്ടില്ല, അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ആയിട്ടില്ല. എന്റെ മോളെ അതിന് പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ ഇനി? അമ്മ കല്യാണം കഴിച്ച ഉടനെ പടപടാന്നും പറഞ്ഞിട്ട്. എടാ, അതിനൊക്കെ ഒരു സമയം കാലം ഉണ്ട്. അത് കഴിഞ്ഞു പോയാൽ നടക്കത്തില്ല. നിങ്ങൾ ഒരുമാതിരി പുള്ള കളിക്കല്ലേ. ഒന്നും അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രായമായില്ലേ കുട്ടികളെ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ആഗ്രഹമില്ല മോളെ, എനിക്ക് ആഗ്രഹമില്ല ഒരു കൊച്ചിനെ വളർത്തണമെന്നും കളിപ്പിക്കണമെന്നൊക്കെ. നിങ്ങൾ പ്രസവിച്ചിരിക്കും തന്നാ മതി, അമ്മ നോക്കിയപ്പോ. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ നീ അവൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് പോകുന്നത്? അവനെ കണ്ണും കൈയും കാണിച്ച് വശത്താക്കി കല്യാണം കഴിഞ്ഞ് വന്നതും പോരാ, ഇപ്പോഴാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ നോക്കുന്നത്. അമ്മ എന്താ അമ്മ പറയുന്ന പോലെ കുഞ്ഞ് വേണം, വേറൊന്നുമല്ല. പറഞ്ഞാൽ മനസ്സിലാക്ക്. അമ്മ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി സെറ്റിൽ ആയിട്ട് നിഖിൽ ഇച്ചിരി കൂടി ഒന്ന് മെച്ചൂർഡ് ആവട്ടെ. ഇപ്പൊ അത്യാവശ്യം സെറ്റിലൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. നിഖിലിന് ഒരു മെച്യൂർ കുറവൊന്നുമില്ല. അവനൊരു കല്യാണം കഴിച്ചുകൊണ്ട് വരാനുള്ള മെച്യൂരിറ്റി ഉണ്ടായെങ്കിൽ അവനൊരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്. മോള് പറഞ്ഞതനുസരിക്കുമ്പോൾ നല്ല കുട്ടികളല്ലേ. നിങ്ങൾ ചിന്തിക്കേ, വൈകിക്കണ്ട. എന്തിനാ നീ വൈകിക്കുന്നത്? അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു കുഞ്ഞിനെ വെൽക്കം ചെയ്യാൻ അവസ്ഥയിൽ നമ്മൾ ഇല്ല അമ്മ. ഇല്ല, അത് പറഞ്ഞാൽ പറ്റില്ല. എന്റെ എനിക്കൊരു കുഞ്ഞിനെ വേണം മോളെ. ഞങ്ങളൊക്കെ വയസ്സാവും, നാളെ ചത്തുപോകും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആഗ്രഹങ്ങളുണ്ട്, മനസ്സിലായോ? എന്റെ ആഗ്രഹത്തിന്റെ വകവയ്ക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ചു. ഇനി ഒരു കൊച്ചിനെ കൂടെ ഞങ്ങളുടെ ആഗ്രഹത്തിന് തരില്ലെന്ന്. അമ്മ ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആഗ്രഹിക്കേണ്ടത് ഞാനും നിഖിലും അല്ലേ? നിങ്ങളോട് ആഗ്രഹിക്കാനായി പറഞ്ഞത്. അത് മാത്രമല്ല, ആ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സമയമെന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്തായാലും നടക്കില്ല അമ്മ. എന്താ ചെയ്യേ? അമ്മ എന്റെ അടുത്ത് പിന്നെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞിക്കാല് അത് ചുമ്മാ അമ്മ എങ്ങനെ പലതും പറയും. എടാ അല്ലടാ, അമ്മ ഭയങ്കര സീരിയസ് ആയി. എനിക്ക് എന്താ തിരിച്ച് മറുപടി പറയണ്ടെന്ന് പോലും അറിയുന്നില്ല. ആദ്യം നിന്നെ വിളിച്ചോണ്ടപ്പോഴും ഇതുപോലെ കുറെ പ്രശ്നങ്ങളല്ലായിരുന്നോ? അത് ഇങ്ങനെ കുറച്ചാൾ തുടരും. വേറെ കാര്യം കിട്ടുമ്പോ അത് പോവും. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. എടാ ഇത് ടെൻഷൻ അടിക്കുന്ന കാര്യമല്ലേ, ചെറിയ കാര്യമാണ് അമ്മ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ അതിന് എത്ര എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും കാര്യമില്ല. അമ്മ അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല, അതെനിക്ക് അറിയാലോ. ഞാൻ പറഞ്ഞ വന്നപ്പോ ഇതുപോലെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞില്ലേ? അതപ്പോ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്തു? എനിക്ക് എന്താണെങ്കിലും ഇമോഷണൽ ടോർച്ചർ സഹിക്കാൻ വയ്യ. ഞാൻ ബാംഗ്ലൂർക്ക് പോവാ, അതാണ് നല്ലത്. അവിടെ പിന്നെ ഒറ്റയ്ക്ക് ഭയങ്കര സമാധാനമായിരിക്കും. എടാ അങ്ങനെയല്ല, ഈ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോഴാണല്ലോ. ബാംഗ്ലൂർ പോയിട്ട് നിനക്കവിടെ പറ്റത്തില്ല. ഞാൻ ഇവിടെ വെക്കുന്നത് നീ അവിടെ പോയി നിൽക്കാൻ പോകുന്നു. പിന്നെ അല്ലാണ്ട് ഇതിപ്പോ എത്ര ദിവസം ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞു നടക്കും? നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. എടാ അമ്മ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊക്കെ സംസാരിക്കും. എനിക്ക് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു പ്രായ സ്ത്രീ? അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പ്രശ്നമില്ലല്ലോ. എങ്ങനെ? അമ്മ പറയുന്നതിൽ കാര്യമില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കൂടെ ഒന്ന്? എനിക്ക് ബാംഗ്ലൂരിൽ പോകുന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയം ഉണ്ടായിരുന്നു. ഞാൻ കൺഫേം ചെയ്തു, ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. ഞാൻ അതുകൊണ്ടല്ല, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു പ്രായമായ സ്ത്രീ, അവർക്കും പല ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അവരെ എല്ലാവരും എപ്പോഴും നോക്കിയിരിക്കുന്ന ഞാനെന്നൊരു വ്യക്തിയിലേക്കാ.
അപ്പൊ ഞാനല്ലേ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ? ധന്യ എന്നെ സ്നേഹിച്ച പോലെ എന്റെ മക്കളെ നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലേ? കേട്ടാ തരം പോലെ ബുദ്ധി പോലും വളർന്നിട്ടില്ല, അപ്പോഴാണ് അവൻ മക്കളെ സ്നേഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. നീ എന്റെ കൂടെ നിൽക്കുന്നു. എന്റെ അമ്മയുടെ വാക്കും കേട്ടിട്ട് നീ ഭൂമിക്കാലം അതെന്ന് പറഞ്ഞു ഇനി ഒരു ദിവസം പോലും അവിടെ നിൽക്കില്ല. ഞാൻ ഇന്ന് തന്നെ പോവാ ബാംഗ്ലൂർക്ക്. ഓ വേഗം. ഭ്രാന്താ.